എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് ഒരു ടു വീലറിൻ്റെ വയറിംഗ് കിറ്റിലെ വയറുകൾ ഉരുകിപ്പോയ ഒരു രംഗമാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തേക്കൂടി പോകുന്ന കറണ്ട് വയറുകൾ ഉരുകി ഇങ്ങനെ വേറൊരു വയറുമായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇൻസുലേഷനൊക്കെ പോയി കരിഞ്ഞു പോയി. ഇതിങ്ങനെ എല്ലാ വയറുമായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഈ വയറിൻ്റെ ഇൻസുലേഷനൊക്കെ പോയിട്ട് ഇങ്ങനെ ഈ സോക്കറ്റിൻ്റെ അടുക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിങ്ങനെ ആവാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണെന്നും കൂടി ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഇത് ഈ ഈ ഹാൻഡിൽ ബാർ മുതൽ പുറകിൽ ഫ്യൂസിൻ്റെ ഒരു യൂണിറ്റ് വരുന്നുണ്ട്. ആ ഭാഗം വരെ ഇതുപോലെ മൊത്തമായിട്ട് ഇങ്ങനെ ഒരുക്കിയിട്ടാണുള്ളത്. ഇവിടെ കസ്റ്റമർ വണ്ടിയും കൊണ്ട് വന്നത് കുറച്ച് എന്തൊക്കെയോ ഇലക്ട്രിക്കൽ ഭാഗങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. വണ്ടി സ്റ്റാർട്ടാവുന്ന ഓടുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വർക്ക്ഷോപ്പിലെത്തി ഇതൊന്ന് വയറിംഗ് കിറ്റ് ഒന്ന് ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് സോക്കറ്റൊക്കെ ഊരി നോക്കിയപ്പോൾ തന്നെ വയറിംഗ് കിറ്റ് ഉരുകിയതായിട്ട് മനസ്സിലായി. അപ്പോൾ നമ്മളതൊന്ന് കീറി നോക്കി കുറച്ച് ഭാഗം. അപ്പം ഇതിലേക്ക് വരുന്ന മെയിൻ വയറുകൾ മൊത്തം ഉരുകിയതായി കണ്ടു. അപ്പോൾ ഫ്യൂസിൻ്റെ അടുത്തം വരെ നമ്മളത് കീറി ഒന്ന് ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്ത സമയത്താണ് ഇതുപോലെ മൊത്തമായിട്ട് ഇങ്ങനെ വയറുകൾ ഉരുകിയിട്ടും കരിഞ്ഞതുമായിട്ട് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ നിന്ന് ചെയ്യുന്ന ഒരു തെറ്റ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫ്യൂസ് പോയ സമയത്ത് അത് എന്ത് കാരണം കൊണ്ടാണ് പോയത് എന്ന് കണ്ടുപിടിക്കാതെ ആ ഫ്യൂസിൻ്റെ 2 ലെഗുകൾ തമ്മിൽ വയറുകൾ ഉപയോഗിച്ച് കട്ടിയായി കെട്ടി ബന്ധിപ്പിച്ച് ഫ്യൂസ് ഇട്ടു. ഇപ്പോൾ 15 ആമ്പിയറിൻ്റെ ഫ്യൂസ് ആണെങ്കിൽ ഇതുപോലെ കെട്ടുന്ന സമയത്ത് അത് കറക്റ്റ് 15 ആമ്പിയർ കറണ്ട് പാസ് ചെയ്യുമ്പോൾ പോകണമെന്നില്ല. അതുപോലെയുള്ള രീതിയിലാണ് ഇത് കെട്ടി വെച്ചിട്ടുണ്ടായത്. ഇത് കണ്ട, ഇതിപ്പോൾ 32 ആമ്പിയർ കറണ്ട് ഇതിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാലും ഈ ഫ്യൂസ് കത്തിപ്പോവില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? വയറ് കത്തിപ്പോവും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഇതുപോലെ കെട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തെറ്റ് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഫ്യൂസ് പോയി കഴിഞ്ഞാൽ അതെന്ത് കാരണം കൊണ്ടാണ് പോയത് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ഫ്യൂസ് റെഡിയാക്കി ഉപയോഗിക്കുക. ഇതിനകത്തുണ്ടായ എല്ലാ ഫ്യൂസുകളും ഇതുപോലെ വയറിട്ട് കെട്ടി വെച്ചിട്ടാണ് ഉണ്ടായത്. ഇപ്പം 10 ആമ്പിയറിൽ കൂടുതൽ കറണ്ടിലേക്ക് പാസ് ചെയ്ത സമയത്ത് അടിച്ചു പോകേണ്ടതാണെങ്കിൽ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 32 ആമ്പിയറിൻ്റെ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാലും ഇതിലേക്ക് പാസ്സായി പോകുന്നതല്ലാതെ ഇത് കത്തിപ്പോവില്ല. അപ്പോൾ ഇതുപോലെ ഉള്ള തെറ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. വയറിംഗ് കിറ്റും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നശിച്ചു പോകാൻ കാരണമാവും. വലിയ സാമ്പത്തികം വരും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരറിവായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യം ഓർമ്മയിലുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.